ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു 2 ടയർ കേക്ക് കാണാം. 2 kg ആണ് വെയിറ്റ് വരുന്നത്. ബട്ടർ സ്കോച്ചാണ് ഫ്ലേവർ. ദെൻ ടോളാക്കിയിട്ടായിരുന്നു കേട്ടോ ചെയ്തതുണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമർ ഒരു ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻക്ലൂഡ് ആയിട്ടാണ്, പുറത്ത് പോയിട്ടുണ്ടെങ്കിലും കൂടെ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പം തീരും കുറയ്ക്കാനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും നമ്മളൊരു ഇതിൽ സെറ്റായി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്രം കോട്ടൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന് ബ്ലൂ കളറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു തീമിൽ സെറ്റാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ക്രം കോട്ട് അടിച്ചു. ദെൻ 2 കേക്കും ഫൈനൽ കോട്ടിലാക്കിയിട്ട് ഒരു വൈറ്റും ബ്ലൂവും ഷെയ്ഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാം സെറ്റാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ സ്റ്റാക്ക് ചെയ്യാണ് കേട്ടോ. 1/2 kg ആയിരുന്നു മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ കേക്കിൻ്റെ 1.5 kg വരുന്ന കേക്കിൻ്റെ മുകളിലേക്ക് സെറ്റാക്കി വെക്കുകയായിരുന്നു കേട്ടോ. ദെൻ നമ്മൾ അതിൻ്റെ ആ ഒരു സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ടയറാകുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അത് ആ ഒരു ടോപ്പുള്ള ആ ഒരു ഭാഗം ഒന്ന് സെറ്റാക്കി എടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് കേക്കിൻ്റെ ലുക്ക് വരുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ചെറിയ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഡെലിവറീൻ്റെ കുറച്ച് ടൈം മുന്നെയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാം സെറ്റാക്കി വെച്ചു. ദെൻ അതിലേക്ക് കുറച്ച് ബട്ടർഫ്ലൈസും കുറച്ച് ബോൾസും ഫോക്സ് ബോൾസും അതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. ഫസ്റ്റ്ലി നമ്മൾ അവരുടെ നെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷാനി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഫോണ്ടനിൽ ജസ്റ്റ് റൈറ്റ് ചെയ്ത് സെറ്റാക്കി ആ കേക്കിൻ്റെ ഒരു പാർട്ടിൽ വെച്ചു. എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോയെന്നറിയില്ല, എനിക്ക് നല്ല കൺഫ്യൂഷൻ വരും. അതെന്താ വെച്ചാൽ നമ്മൾ ഈ ടോപ്പറും റൈറ്റിങ്ങും അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി ഒന്നിൽ വെക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇത് റൈറ്റിങ് വേറെ, ടോപ്പർ വേറെ, അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഒരു എന്താ പറയുക, കേക്കിനൊരു എന്തോ ഒരു ലുക്കില്ലായ്മ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു നെയിമിനെ വെച്ചു. ദെൻ ഫസ്റ്റ് ബർത്ത്ഡേന് ടോപ്പറും വെച്ചു. നമ്മൾ പിന്നെ ഒട്ടും കുറച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ഫോക്സ് ബോൾസ് ആ ഒരു താഴെയും മുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ചില ടൈമിലൊക്കെ ഇത് അവിടെ വെച്ചാൽ ശരിയാവില്ല, ഇത് ഇവിടെ വെച്ചാൽ ശരിയാവില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി മാറ്റി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോക്സ് ബോളും നമ്മൾ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചു. ഫോക്സ് ബോൾ നിർത്തേണ്ട ഞാൻ നിർത്തിയത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ പിന്നെ കുറച്ച് ഡെക്കറേഷനും കൂടി വേണമെന്ന് തോന്നി. അങ്ങനെ കുറച്ച് ഫോണ്ടൻറ്റിൽ നമ്മൾ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് സെറ്റാക്കി വെച്ചു. പിന്നെയാണ് നമ്മളുടെ ബട്ടർഫ്ലൈ താരം, അതും ബ്ലൂവിലായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോക്സ് ബോളും അതേപോലെ തന്നെ ബ്ലൂ വൈറ്റിലാണ് കോംബോയിലാണ് കേട്ടോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ ബട്ടർഫ്ലൈസ് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്ന പോലെയായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറിയ സൈഡിലും അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളുടെ ബട്ടർഫ്ലൈസും ഏകദേശം അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചു. എന്നിട്ടും നമ്മൾ നിർത്തിയില്ല. നമ്മൾ ചെറിയ ഗോൾഡൻ ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തു കേട്ടോ. ഒരു എന്താ പറയുക, ഒരു എലഗൻ്റ് ലുക്ക് തോന്നിക്കോട്ടെ എന്നുള്ളതിൽ അങ്ങനെ നമ്മൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞു കേട്ടോ, പരിപാടി കഴിഞ്ഞ്. അപ്പം നമ്മൾ നിങ്ങൾക്കറിയാലോ, കണ്ടാലറിയാലോ, നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാക്ക് ചെയ്യുകയാണ്. അത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, വീട്ടിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ കുറച്ചൊന്നും നടക്കാനുണ്ട്. എന്നാലും നമ്മൾ പാക്കൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നാമത് എന്താ വെച്ചാൽ നടന്നു കൊണ്ടുപോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ ഈ ഒരു കേക്കിൻ്റെ ബേസ് കൊള്ളത്തില്ല. ആ ഒരു 2 kg ബേസിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വണ്ടിയിൽ കൊള്ളത്തില്ല. പിന്നെ പറയാൻ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, നടന്നെങ്കിലും കൊണ്ടുപോകാമല്ലോ. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോർണിംഗ് ആയിരുന്നു ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനൊരു കയ്യിൽ കേക്കും പിടിച്ചു, ഒരു കയ്യിൽ ഫോണും പിടിച്ചു. അവിടെയുള്ള വ്യൂ ഒക്കെ അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ
വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വയലൊക്കെ കണ്ടില്ലേ, ഇതാണ് നമ്മളെ വയൽ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ഷോ ഒക്കെ കാണിച്ച് നമ്മളങ്ങനെ നടക്കുകയാണ് കേട്ടോ. കേക്കിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒന്ന് പതറിയിരുന്നെങ്കിൽ നിലത്ത് വീണേനെ, ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നടന്ന് പോയി. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. എന്നാൽ അത് അത്രയും വെയിറ്റുള്ളൊരു സാധനമാണല്ലോ കയ്യിലുള്ളത്, അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ കൈ കടയുമല്ലോ. അങ്ങനെ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ തന്നെ എത്താനായിട്ടുണ്ടായിരുന്നു. ദെൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടേക്ക് പോണത്. ആളെ അറിയാമെന്നല്ലാതെ നമ്മൾ വീടൊന്നും അങ്ങനെ അറിയത്തില്ലായിരുന്നു. ദെൻ ഫൈനലി നമ്മൾ അവിടെ എത്തി, അവർക്ക് കൊടുത്തു. ദെൻ അവിടുന്ന് പതുക്കെ നമ്മൾ പോന്നു കേട്ടോ. അപ്പം കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അറിയത്തില്ല. വീട്ടിനടുത്തുള്ളവർക്ക് പോലും നമ്മൾ ഇതുവരെ ഇതിപ്പം സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഓൾമോസ്റ്റ് 4 years ആവുന്നു. എന്നിട്ടും അറിയാത്ത കുറേ പേരുണ്ട്. അപ്പം യൂട്യൂബൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തിടെ കാണാം. ബൈ.